തിന്നാൻ വേണ്ടി അങ്ങോട്ട് പോകണം, തിന്നാൻ വേണ്ടി ഇങ്ങോട്ട് വരണം, അതിനു വേണ്ടി മാത്രം നീക്കി വെക്കുന്ന സമയം ഭക്ഷണത്തിന് 15 കൊല്ലം ഒരായുസിൽ. അപ്പൊ 60 15 പോയാൽ അതിന് 45 ഉള്ളൂ. 45-ൽ 5 കൊല്ലം ടോയ്ലറ്റിന് സമയം. മൂത്രമൊഴിക്കണ്ടേ, ടോയ്ലറ്റ് പോണ്ടേ, പോന്നതും വരുന്നതും ഒഴിക്കുന്ന സമയം കൂട്ടിയാ പോലല്ലോ, അതിനു വേണ്ടി പോണ്ടേ വരണ്ടേ, എല്ലാം കൂടി ഒരു ആയുസില 5 കൊല്ലം ടോയ്ലറ്റില. യൂറോപ്യൻ ക്ലോസറ്റ് വന്നപ്പോഴായി 5 കൊല്ലമായി. നേരത്തെ അത്ര ഉണ്ടായിരുന്നില്ല. നാടൻ കക്കൂസിൽ മുട്ടും മടക്കി ഇരിക്കുമ്പോൾ മുട്ട് വേദനിച്ചിട്ട് വേഗം എഴുന്നേറ്റ് പോകും. ഇപ്പൊ കസേരമേലെ ഇരിക്കൽ പോലെ ഇരിക്കല്ലേ, അവിടെ എത്ര നേരം ഇരിക്കാം, വരുമ്പം വരട്ടെ, ആടെ ഇരിക്കൂ അല്ലേ, അവിടെ ഇരിക്കും. ചെറുപ്പക്കാരെല്ലാം മൊബൈൽ എടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പോകുന്നത്. ആടെ നിന്നാണ് പലതും ഡൗൺലോഡിങ്, മേലെ നിന്നും ഡൗൺലോഡിങ്, താഴെ നിന്നും ഡൗൺലോഡിങ് അല്ലേ. 5 കൊല്ലം അങ്ങനെയും പോയി. ഇനി എത്രയാ ബാക്കി? 40 കൊല്ലേ ബാക്കിയുള്ളൂ. അതിൽ 10 കൊല്ലം അസുഖം വന്ന് കിടക്കും. ജനിച്ചപ്പോ ആദ്യത്തെ 2 കൊല്ലം കിടപ്പായിരുന്നില്ലേ? കുട്ടിയായിരിക്കുമ്പോ കിടപ്പ, ഒരു 70 കഴിഞ്ഞാലും കിടപ്പായിരിക്കുമല്ലേ മിക്കവും. ഇനി യുവാവായിരിക്കും, നല്ല ആരോഗ്യമുള്ളപ്പോ പനി വന്നാൽ, തലവേദന വന്നാൽ, കാലുവേദന വന്നാലെല്ലാം കിടക്കൂലേ. അങ്ങനെ 10 കൊല്ലം ഒരു ആയുസ് കിടന്നും പോയി. ഇനി 30 ബാക്കിയുള്ളൂ. ആ 30-ൽ 5 കൊല്ലം നമുക്ക് കുളിക്കണ്ടേ, പല്ല് തേക്കണ്ടേ, പൗഡർ ഇടണ്ടേ, പൊട്ടു തൊടണ്ടേ, മീശ കെട്ടിയണ്ടേ, ഷേവ് ചെയ്യണ്ടേ, മുടി മുറിക്കണ്ടേ, പുരികം പൊരിക്കണ്ടേ, വരച്ചുണ്ടാക്കണ്ടേ, സാരി ഉടുക്കണ്ടേ, കുന്താണീന്റെ പിന്നു കുത്തണ്ടേ, എല്ലാം കൂടി നമ്മളെ മേക്കപ്പ് ചെയ്യാൻ 5 കൊല്ലം വേണം. കഴിച്ചെത്രയാ ബാക്കി? 25 കൊല്ലമേ നമുക്കുള്ളൂ. ആ 25 കൊല്ലം മനുഷ്യനാവണം വേണ്ടേ? ആ 25 കൊല്ലം ആരോ പടച്ചു വിടുന്ന റീലും നോക്കി ഇരുന്നിട്ട് കാര്യമുണ്ടോ?